ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ3 വണ്ടർലാൻഡ്. 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എ ഷീൽഡ് ഓഫ് കറേജ് എന്ന ചാപ്റ്ററിലെ വൈൽ വി റീഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ അശോക ചക്ര? അശോക ചക്രയുടെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ, അശോക ചക്ര ഈസ് ദ ഹയസ്റ്റ് പീസ് ടൈം ഗ്യാലൻട്രി അവാർഡ് ഗിവൺ ടു ആൻ ഇന്ത്യൻ സിവിലിയൻ. ഇന്ത്യക്കാർക്ക് നൽകുന്ന ധീരതയ്ക്കുള്ള പരമോന്നത അവാർഡാണ് അശോക ചക്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് നീർജാസ് ഏർലി ലൈഫ്? നീർജയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച്, നേരത്തെയുള്ള ലൈഫിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയത്? ആൻസർ, ഷീ ഗ്രൂ അപ്പ് ഇൻ എ ലവിങ് ഫാമിലി. ഷീ സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ. അവർ ജനിച്ചത് വളരെ സ്നേഹമുള്ള സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലിയിലാണ്. അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു മോഡലായിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി, വാട്ട് ക്വാളിറ്റീസ് ഓഫ് നീർജ ഹെൽപ്ഡ് ഹെർ ബിൽഡ് എ റെപ്യൂട്ടേഷൻ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി? നീർജയുടെ ഏതൊക്കെ ക്വാളിറ്റീസാണ് എയർലൈൻ ഇൻഡസ്ട്രിയിൽ ഒരു പദവി നേടിയെടുക്കാൻ അവരെ സഹായിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡു യു തിങ്ക് സച്ച് ക്വാളിറ്റീസ് ആർ നെസസറി ടു സ്കെയിൽ ദ ഹൈറ്റ്സ് ഓഫ് സക്സസ്? വൈ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ക്വാളിറ്റീസ് എല്ലാം വിജയത്തിൻ്റെ പടവുകൾ കീഴടക്കാൻ അത്യാവശ്യമാണെന്ന്? എന്തുകൊണ്ട്? നമുക്ക് ആൻസർ നോക്കാം. നീർജാസ് ബ്രേവറി, ഡെഡിക്കേഷൻ, പ്രൊഫഷണലിസം ആൻഡ് ലീഡർഷിപ്പ് ഹെൽപ്ഡ് ഹെർ ബിൽഡ് എ റെപ്യൂട്ടേഷൻ ഇൻ ഹെർ ഫീൽഡ്. നീർജയുടെ ധൈര്യവും അർപ്പണബോധവും പ്രൊഫഷണൽ ക്വാളിറ്റീസും പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഒക്കെയാണ് അവരെ നല്ലൊരു പദവി നേടിയെടുക്കാൻ സഹായിച്ചത്. പിന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഡു യു തിങ്ക് ദീസ് ക്വാളിറ്റീസ് ആർ നെസസറി? ഈ ക്വാളിറ്റീസ് നെസസറി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ദീസ് ക്വാളിറ്റീസ് ആർ നെസസറി ടു സക്സീഡ് ഇൻ എനി ഫീൽഡ്. ഏത് ഫീൽഡിൽ വിജയിക്കണമെങ്കിലും ഈ ക്വാളിറ്റീസ് എല്ലാം നമുക്കുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡി, വാട്ട് വർ ദ ഡിമാൻഡ്സ് ഓഫ് ദ ഹൈജാക്കേഴ്സ്? ഹൈജാക്കേഴ്സിൻ്റെ ഡിമാൻഡ്സ്, ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ, ദ ഹൈജാക്കേഴ്സ് ഡിമാൻഡഡ് ദ റിലീസ് ഓഫ് സർട്ടൻ പ്രിസണേഴ്സ്. ഹൈജാക്കേഴ്സിൻ്റെ കുറച്ച് ആൾക്കാരെ തടവുകാരായിട്ട് പിടിച്ചിട്ടുണ്ട്, അവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇ, ഹൗ ഡിഡ് നീർജ ബാനു പ്രിവെൻറ്റ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ഐഡൻറ്റിഫൈയിങ് അമേരിക്കൻ പാസഞ്ചേഴ്സ്? നീർജ ബാനു എങ്ങനെയാണ് ഹൈജാക്കേഴ്സ് അമേരിക്കൻ പാസഞ്ചേഴ്സിനെ തിരിച്ചറിയുന്നതിൽ നിന്നും തടഞ്ഞത്? ആൻസർ, ഷീ മാനേജ്ഡ് ടു ഹൈഡ് ദ പാസ്പോർട്ട് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ് പ്രിവെൻറ്റിംഗ് ദ ഹൈജാക്കേഴ്സ് ഫ്രം ഐഡൻറ്റിഫൈയിങ് ദം. അവർ അമേരിക്കൻ പാസഞ്ചേഴ്സിൻ്റെ പാസ്പോർട്ടെല്ലാം ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ അവർക്ക് ഹൈജാക്കേഴ്സിന് ഇവരെ തിരിച്ചറിയുന്നതിൽ നിന്നും തടയാൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ്, വൈ ഡിഡ് ദ ഹൈജാക്കേഴ്സ് ഓപ്പൺ ഫയർ ഓൺ ദ പാസഞ്ചേഴ്സ്? എന്തുകൊണ്ടാണ് ഹൈജാക്കേഴ്സ് യാത്രക്കാരുടെ നേരെ വെടിവെക്കാൻ തുടങ്ങിയത്? ആൻസർ, ദ ഹൈജാക്കേഴ്സ് ബിക്കെയിം അജിറ്റേറ്റഡ് ആസ് അവേഴ്സ് പാസ്ഡ് ആൻഡ് ദർ ഡിമാൻഡ്സ് വർ നോട്ട് ആക്സെപ്റ്റഡ്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെടാതെ വന്നപ്പോൾ ഹൈജാക്കേഴ്സ് വളരെ അസ്വസ്ഥരായി. ബൈ ദെൻ നീർജ ഗൈഡഡ് മെനി ഓഫ് ദ പാസഞ്ചേഴ്സ് ടു എസ്കേപ്പ് ത്രൂ ദ എമർജൻസി എക്സിറ്റ്. ഈ സമയത്ത് തന്നെ നീർജ ഒരുപാട് പാസഞ്ചേഴ്സിനെ എമർജൻസി എക്സിറ്റിലൂടെ രക്ഷപ്പെടാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. സോ ദേ ഓപ്പൺഡ് ഫയർ ഓൺ ദ പാസഞ്ചേഴ്സ്. അങ്ങനെയാണ് അവർ വെടിവെക്കാൻ തുടങ്ങിയത്. ഇന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജി, ഹൗ ഡസ് നീർജാസ് ഫാമിലി കീപ് ദ മെമ്മറി ഓഫ് ഹെർ സാക്രിഫൈസ് എലൈവ്? എങ്ങനെയാണ് നീർജയുടെ ഫാമിലി അവരുടെ സാക്രിഫൈസിൻ്റെ, അവരുടെ ത്യാഗത്തിൻ്റെ ഓർമ്മ നിലനിർത്തിയത്, എന്നേക്കുമായി നിലനിർത്തിയത്? ആൻസർ, നീർജാസ് ഫാമിലി സെറ്റപ്പ് നീർജ ബാനു പാൻ ആം ട്രസ്റ്റ് ടു റെക്കഗ്നൈസ് ഇന്ത്യൻ വുമൺ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എയർലൈൻ ക്രൂ ഹു ഡിസ്പ്ലേ കറേജ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ക്രൈസിസ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ധൈര്യം കാണിക്കുന്ന എയർലൈൻ സ്റ്റാഫിനെയും സാമൂഹ്യ അനീതികൾക്കെതിരെ പോരാടുന്ന വനിതകളെയും തിരിച്ചറിയാനും അംഗീകരിക്കാനും വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു നീർജയുടെ ഫാമിലി, അവരുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, എ ഷീൽഡ് ഓഫ് കറേജ് എന്ന ചാപ്റ്ററിലെ വൈൽ വി റീഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.